Hi friends, welcome back to the channel. എൻ്റെ പ്രീവിയസ് ഗ്രോ ആപ്പിൻ്റെ വീഡിയോയിൽ നല്ലൊരു റെസ്പോൺസ് നിങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലധികം ഡൗട്ട്സും അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ചെയ്തേക്കാം. അപ്പോൾ ആ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 100 രൂപയും കൊണ്ട് എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അതിൽ ഞാൻ സ്റ്റോക്സിനെ പറ്റിയും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാനിന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഗ്രോ ആപ്പിൻ്റെ ഓർഡർ പ്ലേസ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഒത്തിരിയധികം ആൾക്കാർ പുതിയ ആൾക്കാർക്ക് ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല ഗ്രോ ആപ്പിൻ്റെ. ഞാൻ എന്താ ഗ്രോ ആപ്പ് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് പറയാം. ഗ്രോ ആപ്പിലൂടെ നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ വളരെ കുറവ് ബ്രോക്കറേജേ വരുള്ളൂ. പല സ്റ്റോക്ക് ബ്രോക്കേഴ്സായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഗ്രോ ആപ്പ് നല്ല രീതിയിൽ ചീപ്പാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു ബെനിഫിഷ്യൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AMC ഇല്ല. നോർമലി മറ്റ് സ്റ്റോക്ക് ബ്രോക്കേഴ്സൊക്കെ 300 മുതൽ 1000 വരെ AMC ആനുവൽ മെയിൻ്റനൻസ് ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു ചെറിയ ഇൻവെസ്റ്ററിന് അല്ലെങ്കിൽ ഒരു ട്രേഡിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഗ്രോ ആപ്പ് ഒരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഗ്രോ ആപ്പ് വെച്ചിട്ട് എങ്ങനെ സ്റ്റോക്ക് മേടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഗ്രോ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എക്സ്പ്ലോർ പേജിലായിരിക്കും നമ്മൾ എത്തുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ആഡ് മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കാണാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി 200 രൂപ ഞാൻ ഫണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫണ്ട് ഇല്ലെങ്കിൽ ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആഡ് മണി ക്ലിക്ക് ചെയ്താൽ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് UPI കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി ഫണ്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ NEFT, RTGS അല്ലെങ്കിൽ IMPS വഴി നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് എക്സ്പ്ലോർ പേജിലേക്ക് വരിക. എക്സ്പ്ലോർ പേജിൻ്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ബാർ കാണാം. ആ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് സ്റ്റോക്കാണ് നമുക്ക് മേടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സ്റ്റോക്കിൻ്റെ പേര് അവിടെ അടിച്ചു കൊടുക്കുക. ഞാൻ ഇന്ന് മേടിക്കാൻ പോകുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ ഷെയറാണ്. അപ്പോൾ ഫെഡറൽ ബാങ്ക് എന്ന് സെർച്ച് കൊടുത്താൽ നമുക്ക് ആദ്യം വരുന്ന ഫെഡറൽ ബാങ്ക് തന്നെയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ പേജിലേക്ക് വരും. അപ്പോൾ ഫെഡറൽ ബാങ്കിന് ഇപ്പോൾ 87 രൂപ 70 പൈസയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ബൈയും സെല്ലും നമുക്ക് താഴെ കാണാം. അപ്പോൾ ബൈ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബൈ ഓർഡർ വിൻഡോയിലേക്ക് വരും. അപ്പോൾ ഞാനിതൊരു ഡെലിവറി ഓർഡറാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേ അല്ലാത്ത ഒരു ഓർഡറാണ്. എനിക്കിത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓർഡറാണ് ഞാൻ ഇന്ന് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ടൈപ്പിൽ ഡെലിവറിയുടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ ഇൻട്രാഡേ ആവും. നമുക്ക് തിരിച്ച് ഡെലിവറി തന്നെ കൊടുക്കാം. പിന്നെ ഷെയർസിൻ്റെ അവിടെ NSE ക്ലിക്ക് ചെയ്താൽ BSE ആവും. പിന്നെ പ്രൈസിൻ്റെ അവിടെ മാർക്കറ്റ് ക്ലിക്ക് ചെയ്താൽ ലിമിറ്റ് ഓർഡർ ആവും. ലിമിറ്റ് ഓർഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൈസ് ഇട്ട് വെക്കാം. അപ്പോൾ മാർക്കറ്റ് എപ്പോഴാണോ ആ പ്രൈസ് എത്തുന്നത് ആ പ്രൈസിലേ നമുക്ക് ഷെയർ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഈ എക്സാമ്പിളിൽ ഞാൻ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 87 രൂപ 75 പൈസയ്ക്ക് ഇമ്മീഡിയറ്റ്ലി ബൈ ആവും. അപ്പോൾ ഞാൻ ബൈ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഓർഡർ ബൈ സക്സസ്ഫുൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് കാണാം. ഇനി ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് വരും. നമ്മൾ ഡാഷ്ബോർഡിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമ്മുടെ ഹോൾഡിങ്ങിൽ ഫെഡറൽ ബാങ്ക് കിടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റഡ് എമൗണ്ട്, കറണ്ട് എമൗണ്ടും പിന്നെ ടോട്ടൽ റിട്ടേൺസും കാണാം. അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റഡ് എമൗണ്ടും കറണ്ട് എമൗണ്ടും സെയിം ആണ്. അതുകൊണ്ട് ടോട്ടൽ റിട്ടേൺസും 0 ആയിട്ട് തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ ഒരു 5 പൈസ മൈനസിലാണ്. ഇനി നമുക്കൊരു ഇൻട്രാഡേ പൊസിഷൻ എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ തിരിച്ച് എക്സ്പ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സ്റ്റോക്സ് സെർച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇൻട്രാഡേ ചെയ്യാൻ വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പേജിലേക്ക് വരും. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നടക്കുന്ന 10 രൂപ 20 പൈസയാണ്. അപ്പോൾ നമ്മൾ ബൈ ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബൈ ഓർഡർ വിൻഡോയിലേക്ക് പോകും. നമ്മൾ ഡെലിവറി മാറ്റിയിട്ട് ഇൻട്രാഡേ ആക്കി. അപ്പോൾ ഇൻട്രാഡേ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേയിൽ ഒരു പൊസിഷൻ എടുക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം മാർജിൻ 2.10 എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 5 ടൈംസ് മാർജിനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 5 ടൈംസ് മാർജിൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് മാർജിൻ നമ്മൾ കീപ്പ് ചെയ്താൽ മതി. നമുക്ക് 10 രൂപയുടെ ഷെയർ എടുക്കണമെങ്കിൽ നമുക്ക് 2 രൂപ കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ബൈ ചെയ്യാൻ പോവാണ്. ഞാൻ മാർക്കറ്റ് ഓർഡറിൽ ഇൻട്രാഡേ ഒരു ക്വാണ്ടിറ്റി സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഡാഷ്ബോർഡിലേക്ക് വരും. ഡാഷ്ബോർഡിലെ മുകളിൽ നോക്കിയാൽ കാണാം ഇൻട്രാഡേ പൊസിഷൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് 1 ഷെയർ. ഓക്കെ, നമ്മൾ മാർക്കറ്റ് റേറ്റിനാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. 10 രൂപ 25 പൈസയ്ക്കാണ്
നമുക്ക് ബൈ ആയത്. ഇനിയിപ്പോൾ ഇൻട്രാഡേ പൊസിഷൻ സെൽ ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സെൽ ഓർഡർ വിൻഡോയിലേക്ക് പോകും. മുകളിൽ സെൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വിൻഡോയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഇൻട്രാഡേ തന്നെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ഇല്ലല്ലോ, നമുക്ക് സ്റ്റോക്ക് ഇല്ലല്ലോ, ഡെലിവറി ആയിട്ട് എടുത്തിട്ടില്ലല്ലോ, അപ്പോൾ നമുക്ക് സെല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടൈപ്പ് ഡെലിവറി തന്നെ ഇൻട്രാഡേ തന്നെ ടൈപ്പ് കൊടുക്കണം. ആൻഡ് പ്രൈസ് നമുക്ക് ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കണമെങ്കിൽ ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ എക്സാമ്പിളിൽ ഞാൻ ലിമിറ്റ് ഓർഡർ ഞാൻ ഇട്ട് വെക്കുന്നത് ഞാൻ 10 രൂപ 30 പൈസയ്ക്ക് ഞാൻ 10 രൂപ 35 പൈസയ്ക്ക് സെല് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സെൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സെൽ ഓർഡർ പ്ലേസ്ഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് നമുക്ക് കാണാം. അപ്പോൾ ഷെയർസിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0/1 എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡർ പെൻഡിങ് ആണ്. അപ്പോൾ 1/1 വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഡൺ കൊടുക്കുക. നമുക്കപ്പോൾ വീണ്ടും ഡാഷ്ബോർഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇൻട്രാഡേ പൊസിഷൻ്റെ താഴെ നമുക്ക് ഓപ്പൺ ഓർഡേഴ്സ് കാണാം. ഓപ്പൺ ഓർഡേഴ്സിൻ്റെ അവിടെയാണ് നമ്മുടെ പെൻഡിങ് പൊസിഷൻസ് കാണുന്നത്. ഇപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സെൽ ഓർഡർ എങ്ങനെ ക്യാൻസൽ ചെയ്യുന്നത് കാണിച്ചു തരാം. ആ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ സെൽ ഓർഡർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസലും ഉണ്ട്, മോഡിഫൈ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് മോഡിഫൈ വിൻഡോയിലേക്ക് വരാം. മോഡിഫൈ ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഷെയറാണ് നമുക്ക് സെല് ചെയ്യേണ്ടതെന്ന് നമുക്ക് മോഡിഫൈ ചെയ്യാം. പ്രൈസും നമുക്ക് മോഡിഫൈ ചെയ്യാം. എന്നിട്ട് കൺഫേം ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ചേഞ്ചസ് കൺഫേം ആവും. ഇപ്പോൾ തൽക്കാലം എങ്ങനെ നമുക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആ ഓപ്പൺ ഓർഡേഴ്സിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്യാൻസൽ കൊടുക്കുക. അപ്പോൾ കൺഫേം ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പെൻഡിങ് ഓർഡർ ക്യാൻസലായി. ഇനി നമ്മുടെ ഇൻട്രാഡേ പൊസിഷൻ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ ഓർഡർ അല്ലേ ക്യാൻസൽ ചെയ്തത്. ഇനി ആ പൊസിഷൻ ക്ലോസ് ചെയ്യണത് എങ്ങനെയാണ്? നമ്മൾ വീണ്ടും എക്സിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ഓർഡർ തന്നെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് സെല്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊസിഷൻ ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം 6 പൈസയാണ് നമ്മുടെ ടോട്ടൽ ലോസ് വന്നേക്കുന്നത്. നമ്മുടെ ഡെലിവറി പൊസിഷൻ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇവിടെ താഴെ ഹോൾഡിങ്ങിൻ്റെ അവിടെ ഫെഡറൽ ബാങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൽ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫെഡറൽ ബാങ്ക് നമുക്ക് സെല് ചെയ്യാം. നമ്മളിത് ഡെലിവറി ഓപ്ഷനൊക്കെ കൊടുത്തേക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് സെല് ചെയ്യണമെന്നില്ല, നമുക്ക് എന്ന് വേണമെങ്കിലും നമുക്ക് സെല് ചെയ്യാം. നാളെ വേണമെങ്കിൽ നമുക്ക് നാളെ സെല് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാം T+2 സെറ്റിൽമെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ഇന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുള്ളൂ. നമ്മൾ ഇന്ന് സ്റ്റോക്ക് സെല് ചെയ്താൽ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഫണ്ട് തിരിച്ച് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുള്ളൂ. ഇപ്പോൾ ഇൻട്രാഡേ ആണെങ്കിൽ ഡേ ടു ഡേ സെറ്റിൽമെൻ്റ് ആണ്, അങ്ങനത്തെ ഇഷ്യൂ വരുന്നില്ല. നമ്മുടെ നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ക്രെഡിറ്റ് ആവും, ലോസ് ആണെങ്കിൽ ലോസ് ഡെബിറ്റ് ആവും. ഞാനും അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതുപോലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കൺഫ്യൂസിങ് തന്നെയായിരുന്നു എങ്ങനെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യണം. ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ഡൗട്ട് വരും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഫെർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വഴി നമ്മൾ ബൈ ചെയ്യാൻ പഠിച്ച് സെല്ലും ചെയ്യാൻ പഠിച്ച്. സോ നമ്മൾ ഇൻട്രാഡേ പൊസിഷനും ഡെലിവറി പൊസിഷനും എടുക്കാനായിട്ട് നമ്മൾ പഠിച്ച്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോകണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ കീപ് വാച്ചിങ് അവർ വീഡിയോസ്. സീ യു നെക്സ്റ്റ് ടൈം.